നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സദ്യ സ്റ്റൈൽ പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ, ഏത്തപ്പഴം, ചെറിയ പീസ് വെള്ളരിക്ക, തൊണ്ടമുളക് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ സാധനങ്ങൾ കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം. വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം. ഇനി ഇതിൽ ലേശം മഞ്ഞൾപ്പൊടി പുളിശ്ശേരിക്ക് കളറിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നല്ല വൃത്തിയായി കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 3 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വേണ്ടി വരും. നമുക്കിത് വേവിച്ചിട്ട് വരാം. അങ്ങനെ കുക്കറിൽ വേവിച്ച സാധനങ്ങൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഉടച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിനി പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. തിരുവിയ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് തേങ്ങ ചെറുതായിട്ട് അരച്ച് വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കണം. അരച്ച് വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ട് അതിലൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്കത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിൻ്റെ ഈ തേങ്ങയുടെ പച്ച ചുവ ഒന്ന് മാറണം. അത്രേ. തേങ്ങാക്കൂട്ട് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന ഈ പൈനാപ്പിളും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിൽ ഇച്ചിരി ജീരകപ്പൊടി, ലേശം ഉലുവ വറുത്ത് പൊടിച്ചത്, അതുപോലെ തന്നെ കളർ ഒരല്പം കുറവുണ്ട്. അതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ. മധുരം ഇത് പോരാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ലിറ്റർ തൈരുണ്ട്. ഈ 1 ലിറ്റർ തൈര് മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല ഉപ്പ് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കടുക് വറുത്ത് ഇതിലോട്ട് താളിച്ച് നമുക്ക് ഫിനിഷ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കിനി കടുക് താളിക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ താളിച്ച് വെച്ചേക്കുന്ന കടുക് പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മധുരവും ഉപ്പും തൈരിൻ്റെ പുളിപ്പ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. റെഡിയാക്കിയ സദ്യ പുളിശ്ശേരി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമുക്ക് പുളിശ്ശേരി ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സദ്യ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ പുളിശ്ശേരി ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഒരു നല്ല വിഭവമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.